കാണണ്ടോ മര്യാദക്ക്? കേട്ടാ, അത് നമുക്ക് നോക്കാം. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഹരിതകർമ്മസേനയ്ക്ക് ഇതിൻ്റെ വേസ്റ്റ് കൊടുത്തേക്കാനായിട്ട്. പിന്നെ അവരുടെ നിലപാട് എന്താണെന്നുള്ളത് അവർ വന്നപ്പോഴത്തേക്ക് അപ്പോൾ അത് നമ്മൾ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ 2 കവർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് 2 കവർ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും പൊടിയുപ്പും ഉണ്ട്, കല്ലുപ്പും ഉണ്ട്. അപ്പോൾ 2 കൂടി ഇട്ട് നമുക്ക് ഏതായാലും പരിപാടി നടത്തി നോക്കാം. എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചിട്ട് എന്തായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും പ്രകസനമൊക്കെ കാണിച്ച് പോകുന്നത്. ഓക്കെ, ഇനി അത് ചെയ്യുന്ന രീതികളും കൂടി ശരിയാണോ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ എന്തായാലും കാണിക്കാം. ഓക്കെ, നമ്മൾ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൂടുതലും പേര് പറഞ്ഞിരുന്നത് കുഞ്ഞിനെ ഡ്രൈ ഷീറ്റ് വാങ്ങി ഡ്രൈ ഷീറ്റിലേക്ക് ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് കുഞ്ഞിനെ ആദ്യമേ കുഞ്ഞു വാവ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡ്രൈ ഷീറ്റ് കിട്ടിയതാണ്. അപ്പോൾ അതിനകത്താണ് കുഞ്ഞുവാവിനെ നമ്മൾ കിടത്തിക്കൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തന്നെ കുഞ്ഞുവാവയ്ക്ക് 3-4, കാരണം ഗിഫ്റ്റ് തരുന്ന കൂടുതൽ ആൾക്കാരും ഇതേപോലെ ഡ്രൈ ഷീറ്റും കുഞ്ഞിനെ പൊതിഞ്ഞ് വെക്കുന്ന കവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തുണി ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞു പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഡയപ്പർ ഇന്നിപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഡയപ്പർ ഇന്നത്തേക്ക് മാത്രമേ ഇടുന്നത്. അല്ലാതെ അത്യാവശ്യം മാത്രമേ നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നാരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് സുന്ദരിയാക്കിയേക്കാന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് മാത്രമേ ഉണ്ടായിരുന്നു അറിയാതെ. നമ്മൾ ആ വീഡിയോയിലും പ്രത്യേകം പറയുന്നുണ്ട് കുഞ്ഞിനെ ഷീറ്റ് ഇടാത്തതുകൊണ്ടാണ് അമ്മ വഴക്ക് പറയുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാല് വരില്ലേ, ആൾക്ക് തുണി കൊടുക്കുന്നതിനെ കുറിച്ച് ആൾക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എന്താണ് ഇത് പറ്റിയത്? അയ്യോ, ഇതൊക്കെ ചിഞ്ചു അമ്മയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. ഞാൻ എന്താണ് ആ ചൊപ്പിടിച്ച കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷമായില്ലേ? അതിൻ്റെ സന്തോഷമാണത്. നേരം കിടന്ന് ഉറങ്ങുമോ? ഒന്ന് ചരിയുമോ പാവേ? ഇതൊന്ന് ചരിഞ്ഞ് ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞ് ചരിഞ്ഞോ? ഒന്ന് കയറ്റിയിടക്കാം കേട്ടോ അച്ഛൻ. ചോണനുറുമ്പെന്ന് അതിനെ ഈ ഡയപ്പറിനെ ഇവർ വിളിക്കണത്. കാരണം ഇത് സൈസ് കൊണ്ട് കുഞ്ഞിന് ഇത്തിരി ഡയപ്പർ വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞിനെ അങ്ങനെ ഇവരെ അങ്ങനെ വിളിക്കുന്നത്, ചോണനുറുമ്പ്. അയ്യോ, കളസം വലുതാണല്ലോ, കുഞ്ഞിനകത്ത് കിടക്കാമല്ലോ. എന്താണത്? അച്ഛനും കിടന്ന് ഉറങ്ങൂലേ? ഇനി ഇവിടെ പെട്ടെന്ന് ഇവിടെ ഉറങ്ങണമെങ്കിൽ വേറൊരു പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അത് എന്തായാലും കാണിക്കാൻ പറ്റില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം കയ്യിലെടുത്ത് വെച്ചാൽ ഇവിടെ ഉറങ്ങുള്ളൂ. കയ്യിലെടുത്ത് വെച്ച് നമ്മൾ സാധാരണ പാട്ടൊന്നും പാടിയാലും പാട്ട് കേൾപ്പിച്ചാലും ഒന്നും ഇവിടെ ഉറങ്ങില്ല. ഇവിടെ പിന്നെ ഇവിടെ താരാട്ട് പാടുന്ന വേറെ സ്റ്റൈലിലല്ലേ. അത് നമ്മൾ വേറെ ദിവസം എന്തായാലും കാണിക്കാം. ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ചാച്ച അമ്മ ഒറ്റയ്ക്കല്ല ചാച്ച അച്ഛൻ വീട്ടിൽ പോയിട്ട് വരട്ടെ. കുഞ്ഞാവയുടെ അതൊക്കെ കളഞ്ഞിട്ട് വരട്ടെ. പേപ്പറൊക്കെ കളഞ്ഞിട്ട് വരട്ടെ. വീട്ടിൽ പോയിട്ട് വരട്ടെ. ഉറങ്ങുമോ അപ്പോൾ കുഞ്ഞാവ? ഉറങ്ങിക്കോളൂ. അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ചേരം ഉറങ്ങിക്കോളൂ. ഉറങ്ങുമോ? പിന്നെ നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ഡയപ്പറും കൂടെ ഉണ്ട്. പിന്നെ അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഡിസ്പോസ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് പച്ചു നമ്മുടെ ആ കറുത്ത ബേസിൻ എന്തിയാ അതുകൂടെ എടുത്തു. അപ്പോൾ നമ്മൾ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു പിടുത്തമില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം, പിന്നെ എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പഴയ വീട്ടിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീടെന്ന് പറയുന്നത് കാടാണ്. കാട് കയറി കിടക്കണതാണ്. അത് സംഭവം നമ്മൾ വീട്ടിലേക്ക് താമസം പോയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് കുഞ്ഞാവയൊക്കെ ഉള്ളതല്ലേ എന്നുള്ളത്. ഞാൻ 3-4 വീഡിയോ ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ വീട് നമ്മൾ താമസിക്കുന്ന അവിടെയല്ല. അത് വീട് നമ്മൾ പഴയതായത് കാരണം നമ്മൾ പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെയല്ല താമസിക്കുന്നത്. നമ്മുടെ വീട് ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് കുഞ്ഞാവ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും ഈ 4 വീഡിയോയിലും പറയുന്ന ഒരേ ഡയലോഗ് തന്നെയാണ്, കാട് കളിച്ച് കുഞ്ഞാവയുള്ളതല്ലേ കുഞ്ഞാവയുള്ള. വീടെന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ഇപ്പുറം മാറിയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ വീട് ഇപ്പോൾ ആരും താമസമില്ല, ഇത് അടച്ചുപൂട്ടിയിട്ടേക്കണെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് കയറി കിടത്ത് നമ്മളിത് പൊളിക്കാനുള്ള ഭാഗത്തിന് ഇട്ടേക്കണെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തെളിക്കാതെയും വൃത്തിയാക്കാതെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പലരും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് പല ആവർത്തി അത് പറഞ്ഞിട്ടും ആൾക്കാർക്ക് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചാണ് പരിപാടി നമുക്ക് ചെയ്ത് നോക്കാം. ഇത് സാധനങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇട്ട് ഡിസ്പോസ് ചെയ്യാം. പിന്നെ ഇത്
കഴിഞ്ഞ മുന്നിലത്തെ കുറച്ച് ഇതും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നിന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ഇത് കീറി എടുക്കുന്ന സംഭവങ്ങൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്കിത് ഡിസ്പോസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളായിരുന്നു അറിയാൻ വയ്യാഞ്ഞിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുഞ്ഞാവനെ ഇപ്പോൾ വീട്ടിലിപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞാവനെ ഇന്ന് തൽക്കാലം അവിടെ ഉറക്കാൻ വേണ്ടിയിട്ട് അവളെ വന്നെങ്കിൽ ഉറങ്ങുന്നില്ല. ഒരു പൂച്ചയുണ്ട്, അപ്പോൾ അതിനെയും കണ്ടുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പരിപാടി പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യാം. കണ്ടില്ലേ ഇവിടെയൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏത് സമയവും വീട് വീഴും. അപ്പോൾ പൊളിക്കുന്നതിന് മുന്നാടിയായിട്ട് ഇത് വീഴുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ കുഞ്ഞാവയുടെ കാര്യങ്ങളും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് നാൾ ഇതിങ്ങനെ ഇങ്ങോട്ടേക്കും വരാതെ എടുക്കാതെയൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊളിക്കാൻ അപ്പോൾ ഇനി നമുക്കതിന് വേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും കുറച്ച് നാൾ അത് യൂസ് ചെയ്യാതെ വെച്ചിരുന്ന സാധനങ്ങളല്ലേ അവരിലടച്ചു മൂടി. അപ്പോൾ അതിനകത്ത് നമുക്കിനിയും വാവയുടെ അടുത്തോട്ടൊക്കെ പോകേണ്ടതാണ് സംഭവങ്ങൾ. നമുക്ക് മാസ്ക് സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ജെല്ല് എടുത്ത് കളയണം എന്ന് പറഞ്ഞത്. ഇത് കത്രിക്കാണോ കട്ട് ചെയ്യുന്നത് നൈഫിനാണോ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതും കൂടി നമുക്ക് ഏതായാലും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഗ്ലൗസ് സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടോട്ടെ കട്ട് ചെയ്ത്. ഇപ്പോൾ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു മാസ്ക് കൂടെ വെച്ചേക്കാം. എന്തായാലും കൂടുതൽ ഇൻഫെക്ഷനൊന്നും അടിക്കാതിരിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെയൊക്കെ പൊട്ടിച്ചൊരു ബക്കറ്റിനകത്ത് കലക്കണോ അതിനകത്ത് കലക്കണം, അതിനകത്തിട്ട് കഴുകാമല്ലേ. അതിട്ട് കഴുകിയിട്ട് ബക്കറ്റിനകത്തോട്ട് ഉപ്പ് കലക്കിയിടാം. ആദ്യം ഇതിനെയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ഇതിനകത്തിട്ട് കഴുകാം. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പലരും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണം, ഇത് കട്ട് ചെയ്ത് ഇത് വാഷ് ചെയ്തതിന് ശേഷം. ഹരിതകർമ്മസേനയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നത് തന്നെ ടിപ്പ് ടോപ്പിലാണ്. പിന്നെ ഈ വേസ്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞ മാസം ഹരിതകർമ്മസേന വന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 മാസത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോഴാണ് വന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇവർ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് വെളിയിൽ വന്ന് നിൽക്കും, നമ്മളത് കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് ഉണക്കി ഒക്കെ വേണം കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ വേസ്റ്റ് പ്ലാസ്റ്റിക്കായിട്ട് ഞങ്ങൾ കൂട്ടി വെച്ചിരുന്നതാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള സംശയത്തിന് പേര് ചിഞ്ചു അമ്മയും കൂടി അത് പ്ലാസ്റ്റിക് എല്ലാം തരംതിരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് അവരോട് പോയി ചോദിച്ചു ഈ ബോട്ടിൽ എടുക്കുമെന്ന്. ഇങ്ങനെയൊക്കെ ചോദിച്ചെടുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ 2 മാസം അവർ നേരെ വന്നു കഴിഞ്ഞാൽ അവർ ബില്ലെഴുതുന്ന കാര്യത്തിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കഴിക്കുന്നത്. ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ബില്ല് എഴുതി തരും. നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടതാണ്. പക്ഷേ അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം കുടിച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇത് സംഭവം ഇതിനകത്ത് വാവയുടെ മോഷനൊക്കെ ഉണ്ടാവും, അപ്പി അതൊക്കെ നമുക്ക് സർവ്വസാധാരണമാണ്. ഇതിനകത്തൊന്നും അയ്യേ പൊത്തോന്നൊന്നും വിചാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഉപ്പ് എന്താ പരിപാടി നോക്കാം. ഉപ്പോടെ കല്ലുപ്പ് തന്നെ എടുക്കാം. കല്ലുപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പരിപാടി ആകുമോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അത്രയും തന്നെ കിടക്കട്ടെ. ഇനി അത് കുറഞ്ഞു പോയി എന്നുള്ള പേര് വേണ്ട. ഇത്രയും ഇടണോ ഇത്രയും ഇടണ്ടായോ ഒന്നൊന്നും നമുക്കറിയത്തില്ല. സംഭവം എന്തായാലും അത്രയും തന്നെ കിടക്കട്ടെ. ഇവനെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. മിക്കവാറും ഈ വെള്ളം ഇതിനകത്തോട്ട് മാറ്റേണ്ടി വരും. കലക്കി പൊടിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതിയെന്ന് തോന്നുന്നു. കാരണം ഇതിടുമ്പോൾ ഇതിൻ്റെ വെള്ളം കൂടി ആകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇവനെ ഇത് ഒരുപാട് നാളത്തെയാണ് കേട്ടോ. സാധാരണ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇത് ഞങ്ങൾ ഡെയിലി രാത്രിയിൽ മാത്രമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടാണിത്. ആകെ കൂടി പുറത്ത് പോയത് ഏകദേശം ഒരു 4-5 ദിവസം മൊത്തം കൂടെ കൂടിയാൽ കാണും. അപ്പോൾ അതിനുശേഷമുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ സംഭവങ്ങളൊന്നും നോക്കാം. നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താണിത് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കട്ടാവുന്നില്ലല്ലോ. സംഭവം പണി പാളി കേട്ടോ. ഇത് കട്ടാകണില്ല. നമുക്ക് നൈഫ് തന്നെ എടുക്കാം, അതായിരിക്കും ബെറ്റർ. യെസ്, ഇതിനകത്തുള്ള ജെല്ലി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ജെല്ലി ഇതാണ് ഇതിനകത്ത് ജെല്ലി ഉള്ളത്. ഈ ജെല്ലി ഇങ്ങനെ ഉപ്പ് ഇട്ടാൽ അരിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപ്പിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി. ഓ, സംഭവം ഇങ്ങനെ ആകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ ഇത് നമുക്കൊന്ന് എടുത്ത് നല്ല ആഹാ
ഉള്ളതല്ല സംഭവം. ലൈവായിട്ട് തന്നെ ഈ സാധനം പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം അത്യാവശ്യം സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ ലൈവായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ. പിന്നെ ഇതെന്താണ് ഇതിനകത്ത് ഇങ്ങനെ പഞ്ഞി പോലെ അയക്കണം. ഇതൊരു പഞ്ഞി പോലെ അയക്കണം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു സൈഡിൽ അതുകൊണ്ട് അപ്പോൾ ഇതേ മഞ്ഞയല്ലാത്ത ജെല്ലിയുണ്ട്. അടിപൊളി. അപ്പോൾ പല സംഭവം കാണണോ വയ്യാക്ക് കേട്ടാ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഉപ്പ് ഇത്ര ഉപ്പ് കൂടിയിട്ടാണ് ഇതിങ്ങനെ പെട്ടെന്നാകുന്നത്. എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം. എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ എന്തായാലും പറയാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ കത്രിക വെച്ച് പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഇത് വെച്ച് തന്നെ ഇങ്ങനെ കീറി എടുക്കണേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകി ഇങ്ങനെ ക്ലീനാക്കി എടുക്കാം. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത് സാധനം. ബാലൻസ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതൊക്കെ ക്ലീനായിട്ട് സാധനം കിട്ടിയത്. ഇതിൽ ഇനിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മൊത്തം വലിച്ചീറി എടുക്കുക പരിപാടി നടക്കില്ല, സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ ലാസ്റ്റുള്ള സംഭവം ഞാൻ കാണിക്കാം എന്തായാലും. ഓക്കെ. അപ്പോൾ ഈ അരബക്കറ്റ് വെള്ളത്തിലാണ് തുടങ്ങിയത് സംഭവം. ജെല്ലെല്ലാം കൂടെ പൊട്ടിച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും ഇത്രയായി. പിന്നെ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കഴുകിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥകൾ. പിന്നെ പാച്ചും നമ്മുടെ കൂടെ കൂടി സംഭവങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കവർ ഉപ്പും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ സംഭവമൊക്കെ സക്സസ് ആയിരുന്നു. അതെടുത്ത് ഇനിയും എവിടെയെങ്കിലും കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഏതെങ്കിലും ചെടിയുടെയോ തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ അടിക്കണോ? ചെടിക്കൊന്നും ഏതായാലും ഒഴിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഇനി ചെടിക്ക് വെച്ചിട്ട് ഇനി ഉപ്പ് വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ ചെടിക്ക് ഇനി എന്തെങ്കിലും. പിന്നെ ഫുള്ളായിട്ട് ഇത് കലങ്ങി പോയിട്ടില്ല സംഭവം. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് അടിയിൽ വന്നു. അപ്പോൾ അത് ഉപ്പിൻ്റെ അംശം കുറഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ഒരു ഇതൊക്കെ സക്സസ് ആയിരുന്നു. നമുക്കൊരു ബിരിയാണി അടിച്ചാലോ? അപ്പോൾ ഇനി നമുക്ക് പോകാം. ഇനി ഫ്രഷ് കുളിച്ച് നനച്ച് ഫ്രഷായിട്ട് നമുക്കിപ്പം ഏതായാലും പോകാം. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളോടെ ചെയ്യാം. അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ നമുക്ക് സക്സസ് ആയിരുന്നു. സംഭവങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുത്ത് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ പാച്ചു നമ്മളോടൊപ്പം സഹായത്തിന് വന്നതാണ്. ഇനിയിപ്പം അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് അവൻ്റെയും കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ശരി, ഇത്രയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഏതായാലും ആദ്യമായിട്ട് ചെയ്ത് നോക്കിയൊരു എക്സ്പീരിയൻസാണ്. അതേതായാലും സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ അവസാനം വന്ന ഈ ഒരു സംഭവം എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉള്ളായിരുന്നല്ലോ. അപ്പോൾ വേറെയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീടും കാടും പടലും ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, ബൈ പാച്ചു.